എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡോ ചൈനീസ് വിഭവമാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഗോബി മഞ്ചൂരിയനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ക്രിസ്പിയായി കിട്ടാനും പിന്നെ അതിൻ്റെ കോട്ടിങ്ങിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനും അതിനുവേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇതളുകളൊക്കെ സെപ്പറേറ്റ് ആക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. സാധാരണ വെള്ളമാണ് എടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം ഒരു 4-5 മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ ഇതിങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണും പൊടിയൊക്കെ പോയി കിട്ടും. അതുപോലെ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. 4-5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി നല്ല ഫ്രഷ് വാട്ടറിൽ ഒരു 4-5 തവണ കഴുകിയെടുക്കണം. എന്നിട്ട് ആ കോളിഫ്ലവറിലുള്ള വെള്ളം മുഴുവൻ നന്നായിട്ട് വാർന്നു പോകാനായിട്ട് അനുവദിക്കുക. ഇനി നമ്മൾ ഈ കോളിഫ്ലവർ ഒരു ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നില്ല, നേരെ തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കാം. അതേ അളവിൽ തന്നെ, അതായത് 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊരു കട്ടയില്ലാത്ത ബാറ്ററാക്കി എടുക്കണം. ഏതാണ്ട് 1/2 കപ്പിനടുത്ത്, അതിലും കുറവാണ്, അത്രയും വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഈ ബാറ്ററിൻ്റെ കട്ടി കൂടി പോകാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. നമ്മളൊരു കോളിഫ്ലവർ ഇതിൽ മുക്കി നോക്കുമ്പോൾ അതിൽ നേരിയതായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ബാറ്ററിൻ്റെ കട്ടി കൂടുതലായാൽ ഇതിൽ മുക്കി വറുത്തെടുത്ത കോളിഫ്ലവറിൽ നിന്ന് ആ കോട്ടിങ് വിട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ കട്ടി വളരെ കുറഞ്ഞു പോയാൽ കോളിഫ്ലവറിലെ ബാറ്റർ പിടിച്ച് നിൽക്കില്ല. ഇതിലേക്ക് അത് മുഴുവൻ മുക്കിയെടുക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ല ചൂടിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഏകദേശം 170 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം എണ്ണയ്ക്കുള്ള ചൂട്. ഇതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടി ഇട്ടാൽ അത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ മുഴുവൻ ഇത് ഒരേ സമയം തന്നെ വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ടില്ല. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് നേരമാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് 1 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിയുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുക. സാവധാനം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ കോട്ടിങ്ങിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കുക. കോളിഫ്ലവർ മുഴുവൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഇത് വറുത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, സോസ് തയ്യാറാക്കിയ ശേഷമാണ് ചെയ്യുന്നത്. സോസ് ഉണ്ടാക്കാനുള്ള കടായി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുത്ത് വെക്കുക. പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സോസിൻ്റെ ഒരു മിക്സ് കൂടി തയ്യാറാക്കി വയ്ക്കണം. ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, അല്പം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്, ഓപ്ഷണലാണ്, ചേർക്കണം നിർബന്ധമില്ല. ഇനി 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്ത് വയ്ക്കുക. ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അല്പം വിസ്താരമുള്ള, ഇളക്കാൻ എളുപ്പമുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് അരിഞ്ഞിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക.
ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഗോബി മഞ്ചൂരിയൻ നല്ല ക്രിസ്പി ആയിട്ട് ഡ്രൈ വെർഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഒരു തവണയും കൂടി വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അല്പം ഗ്രേവി പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിനെ ഒന്ന് തിക്കാക്കി എടുക്കാനായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് തിക്കായി വരും. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ്, കുരുമുളക് പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും സോസ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആദ്യം വറുത്ത് വെച്ച കോളിഫ്ലവർ ഒന്നുകൂടി വറുത്തെടുക്കുകയാണ്. എണ്ണ ഒന്നുകൂടി ചൂടാക്കാം. ആദ്യം നമ്മൾ വറുത്തതിനേക്കാളും കുറച്ചുകൂടി കൂടിയ ചൂടിലാണ് ഇപ്പോൾ തീ വയ്ക്കേണ്ടത്. 180 ഡിഗ്രി സെൽഷ്യസ് ആണ് എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള ചൂട്. ഇതിലേക്ക് വറുത്തെടുത്ത കോളിഫ്ലവർ മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്ത് ഇത് വറുത്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും നമ്മുടെ ഗോബി മഞ്ചൂരിയന്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസിൻ്റെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഗരം മസാല ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു രുചി ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ വിളമ്പാം. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടോ ഫ്രൈഡ് റൈസിനൊക്കെ ഒരു സൈഡായിട്ടോ നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോബി മഞ്ചൂരിയൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കോൺഫ്ലവർ എടുക്കാം, അല്പം കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് യോജിപ്പിക്കും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്തോറും ഇതിൻ്റെ ക്രിസ്പിനെസ് കുറഞ്ഞു വരും. കാരണം ആ കോട്ടിംഗ് ഒക്കെ വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.